മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഓ എൻ്റെ പൊന്നുമോനെ, നീ നിന്റെ തൗബയെ പിന്നീടൊരു ദിവസത്തേക്ക് നീക്കി വെക്കരുത് കേട്ടോ. കാരണം ഫഇന്നൽ മൗത ഖദ് യഅതീഹി ബഗ്ത, നിനക്ക് മരണം പെടുന്നനെയായിരിക്കും ചിലപ്പോൾ വരിക. ഓ എൻ്റെ മുഅ്മിനീങ്ങളെ, മഹാനായ അബൂ ഉസ്മാനുൻ നഹദി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, പരിശുദ്ധമായ ഖുർആനിൽ 6666 ആയത്തുകൾ ഉണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആയത്ത് അതേ സൂറത്തു തൗബയിലെ 102-ാമത്തെ ആയത്താണ്. വആഖറൂന ഇതറഫൂ ബിദുനൂബിഹിം ഖലതു അമലൻ സാലിഹൻ വആഖറ സയ്യിആ അസല്ലാഹു അൻ യതൂബ അലൈഹിം ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. മഹാനായ അബൂ ഉസ്മാനുൻ നഹ്ദി തങ്ങൾ പറയാണ്, പരിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകളുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ പ്രതീക്ഷ തരുന്ന ആയത്ത് ഈ ആയത്താണ്. വആഖറൂന ഇതറഫൂ ബിദുനൂബിഹിം ഖലതു അമലൻ സാലിഹാ വആഖറ സയ്യിആ. അള്ളാന്റെ അടിമകളിൽ ചില ആളുകളുണ്ട്, അവര് ചില സമയങ്ങളിൽ നല്ലതൊക്കെ ചെയ്യാറുണ്ട്, വേറെ ചില സമയങ്ങളിൽ അവര് തെറ്റും സംഭവിക്കുന്നവരാണ്. ഇങ്ങനെ തെറ്റും ശരിയുമായി ജീവിതം മുന്നോട്ട് പോകുന്ന ചില ആളുകൾ അവര് തെറ്റു മാത്രമല്ല ചെയ്യുന്നത്, ചില സമയത്ത് നല്ല നല്ല കാര്യങ്ങളും അവർ ചെയ്യാറുണ്ട്. അങ്ങനത്തെ ചില ആളുകളെ വിഷയം പറഞ്ഞിട്ടുള്ള പറയാണ്, അസല്ലാഹു അൻ യതൂബ അലൈഹിം, യജമാനനായ റബ്ബ് തആല അവർക്ക് പുറത്തു കൊടുത്തെന്ന് വന്നേക്കാ. ഇന്നല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു തആല ധാരാളം പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ്. ഈ ആയത്താണ് എനിക്ക് വലിയ പ്രതീക്ഷ നൽകുന്നത് എന്ന് മഹാനായ ബഹുമാനപ്പെട്ട അബൂ ഉസ്മാനുൻ നഹ്ദി റളിയല്ലാഹു തആല അൻഹു പറയാണ്. അതുകൊണ്ട് നിന്റെയും എന്റെയും ജീവിതത്തിൽ തെറ്റുവരുമെന്ന് കണ്ടാൽ ഞാൻ എൻ്റെ റബ്ബിന്റെ മുമ്പിലേക്ക് നിൽക്കേണ്ടവനില്ലയോ? അതേ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ, യജമാനനായ റബ്ബിന്റെ സവിധത്തിൽ വന്ന് നിൽക്കേണ്ടവനാണല്ലോ എന്ന മനതലങ്ങളിൽ പേടിയുള്ള ആളുകൾക്ക് 2 സ്വർഗമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോ ആരാണ് ആ മനുഷ്യനെന്നറിയോ? ആരാണ് ആ ഭാഗ്യവാനെന്നറിയോ? വലിമൻ ഖാഫ മഖാമ റബ്ബി, റബ്ബിന്റെ മുമ്പിൽ വന്ന് നിൽക്കണല്ലോ എന്ന് ഭയപ്പാടുള്ളവന്, അങ്ങനെ റബ്ബിന്റെ മുമ്പിലുള്ള നൃത്തത്തെ ആലോചിച്ച് മനസ്സ് പിടക്കുന്നവന്, എനിക്കൊരു തെറ്റിന്ന് ചെയ്യണം, ഇന്നെനിക്കൊരു പാപം ചെയ്യണം, ഇന്നാലിന്ന ഇടപെടേണ്ട സ്ഥലങ്ങളിലേക്ക് ചെല്ലണോ, അത് തെറ്റായ ഒരു ഭാഗമാണ്. പക്ഷേ അങ്ങനെ ചിന്തിച്ചിരിക്കുന്നവന് വയദുകുറു മഖാമ റബ്ബി. ഒരുപാട് ഉമ്മമാര് സുബ്ഹാനല്ലാഹ് സ്ഥാനാർത്ഥിയുടെ വിജയാഘോഷത്തിന് പോകുമ്പോ അവിടെ DJ എടുത്തുകൊണ്ട് നൃത്തമാടുന്ന സമയത്ത് എനിക്കൊന്ന് പോകണല്ലോ എന്നൊരു പെണ്ണിന്റെ മനസ്സിൽ തോന്നിയാൽ, ഒരു സഹോദരിയുടെ മനസ്സിൽ തോന്നിയാൽ, ഒരു മുസ്ലിമത്തായ പെണ്ണിന്റെ മനസ്സിൽ തോന്നിയാൽ, എന്നിട്ട് അവൾ അതിന് ഇറങ്ങാനിരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കേണ്ടവളാണല്ലോ. എന്തിനാണ് പൊന്നേ നീ എവിടേക്ക് പോയറിയുള്ളൂ? മഹ്ശറയിൽ വെച്ച് രാജാതിരാജനായ റബ്ബിനോട് ചോദിക്കുമ്പോ ഞാൻ എന്തുവാ റബ്ബിനോട് മറുപടി പറയുക എന്ന് മനസ്സിലാക്കി ഞാൻ അങ്ങോട്ടില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന പൊന്നുമോളെ, നിന്നെ കുറിച്ചാ പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്, വലിമൻ ഖാഫ മഖാമ റബ്ബി ജന്നത്താൻ. അങ്ങനെ ഭയപ്പെടുന്നവന് അല്ലാഹു
അല്ലാഹു തആല വലിയ സ്വർഗത്തിലുള്ള അനുഭൂതികൾ കൊടുക്കുമ്പോ ഓ എന്റെ പൊന്നുമ്മ ഞാൻ അവസാനിപ്പിക്കട്ടെ, കൂടുതലൊന്നും പറയുന്നില്ല. ഓ എന്റെ ഉപ്പമാരെ, പാപങ്ങൾ ചെയ്യാത്തവരാരായിട്ടുമില്ല. അമ്പിയാക്കളല്ലാത്തവരെല്ലാം പാപങ്ങൾ വരുന്നവരാണ്. അമ്പിയാക്കളല്ലാത്തവരെല്ലാം തെറ്റുകുറ്റങ്ങൾ വരുന്നവരാണ്. അല്ലാത്തവരൊക്കെ തെറ്റുവരാൻ സാധ്യതയുള്ളവരാണ്. കുല്ലുബ്നു ആദം ഖത്താ, ഏത് മനുഷ്യനായി ജനിച്ചവരും തെറ്റുപറ്റാൻ സാധ്യതയുള്ളവനാണ്. എന്നിട്ടോ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, വന്നുപോയ തെറ്റിന്റെ പേരിൽ പശ്ചാത്തപിച്ചിട്ടുണ്ടെങ്കിൽ, വന്നതിന്റെ പേരിൽ കണ്ണീരൊഴുക്കിയിട്ടുണ്ടെങ്കിൽ, യജമാനനായ റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞിട്ടുണ്ടെങ്കിൽ, അവനാണ് അല്ലാഹുവിന്റെ അടിമകളിൽ ഏറ്റവും ഉത്തമരല്ല ലോകൈക ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ അറിയോ, ബഹുമാനപ്പെട്ട ഖദിർ നബി അലൈഹിസ്സലാം കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ വിശാലമായ ഒരു യാത്ര ചെയ്ത സംഭവം സൂറത്തുൽ കഹ്ഫിന്റെ വരികളിലൂടെ നമ്മൾ വായിക്കാറില്ലയോ, ഓതാറില്ലയോ, പാരായണം ചെയ്യാറില്ലയോ? ആ വിശാലമായ യാത്രക്കിടയിൽ മഹാനായ ഖദിർ നബി അലൈഹിസ്സലാമും മൂസ നബി അലൈഹിസ്സലാമും രണ്ടുപേരും വേർതിരിയാനിരിക്കുന്ന സമയോ മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖദിർ നബിയോട് ചോദിക്കുകയാണ്, ഓ എന്റെ ഖദിർ നബിയെ, നിങ്ങളൊന്ന് എന്നെ ഉപദേശിച്ചാലോ എന്നൊരു ഉപദേശം ചോദിക്കുന്ന സമയം മഹാനായ ബഹുമാനപ്പെട്ട ഖദിർ നബി അലൈഹിസ്സലാം പറയാണ്, കുന്നഫാഅൻ വലാ തകുല്ലറാറാ. ഓ ഈസ നബിയെ, നിങ്ങൾ നഫാ ആകണേ, മറ്റുള്ളവർക്ക് നിങ്ങൾ ഉപകാരം ചെയ്യണം. വലാ തകുല്ലറാറാ, വേറെ ഒരാളെയും നിങ്ങൾ പ്രയാസപ്പെടുത്തുന്നവനാവാൻ പാടില്ല, ഒരു മതക്കാരനെയും വേദനിപ്പിക്കാൻ പാടില്ല. വലാ തകുനു ഗുൽബാൻ വലാ തകുനു ഗുൽബാൻ വകും ബശാശം വലാ തകുനു ഗുൽബാൻ. നിങ്ങൾ ആരെ കണ്ടാലും ഒന്ന് നിറപുഞ്ചിരിയോടുകൂടെ ഇടപഴകുന്നവനാവണേ. നിങ്ങളെ അതേ മനസ്സിനകത്ത് ദേഷ്യം പിടിക്കുന്നവനാകരുത്. വലാ തകുനു ഗുൽബാൻ, നിങ്ങൾ കോപിക്കുന്നവരാകരുത്. ഓ എന്റെ യുവാക്കളെ, ചെറുപ്പക്കാരെ, വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മുടെ ഇടങ്ങളിലേക്ക് കയറി വന്ന പുതിയ തലമുറകൾ കാണുന്ന ഓരോ സിനിമകളും ഓരോ സീരിയലുകളും ഓരോ ഭാഗങ്ങളും പരിശോധിക്കുമ്പോ എല്ലാം വയലൻസിന് വേണ്ടി അതേ ആഗ്രഹിക്കുന്ന സിനിമകളാണ്. പകരം വീട്ടാൻ വേണ്ടി കൊലക്കയറിലേക്ക് കൊണ്ടുപോകുന്ന, ഒരാളെ കൊന്നിട്ട് അവരുടെ കഴുത്ത് ഛേദിച്ച് കളഞ്ഞത് 2-3 കഷ്ണമാക്കുന്ന ഫിലിമുകള്, പോരാ ചെവി കടിച്ച് മുറിക്കുന്ന നായകന്റെ വീഡിയോസുകള്, ഇങ്ങനെ പലതും നമ്മുടെ മുന്നിലേക്ക് വരുമ്പോ നമ്മുടെ മക്കളെല്ലാം സുബ്ഹാനല്ലാഹ് പകരം വീട്ടുന്നവരായിട്ട് മാറുള്ളൂ, ദേഷ്യം തീർക്കുന്നവരായിട്ട് മാറുള്ളൂ, മറ്റുള്ളവരുടെ മുമ്പിൽ കോപിക്കുന്നവരായിട്ട് മാറുള്ളൂ. സ്വന്തം ഉമ്മാന്റെ മുഖത്ത് നോക്കിപ്പോലോ ചൂടാവാനും ദേഷ്യം പിടിക്കാനും കൈയുയർത്തി സംസാരിക്കാനോ പൊന്നുപ്പാനെ തല്ലാൻ പോലും മടിയില്ലാത്ത യുവതലമുറയായത് നമ്മുടെ പുതിയ തലമുറകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില സിനിമയുടെ ചില ഭാഗങ്ങളാണ് എന്നത് നിഷേധിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. എന്ന പോലെ അവര് കളിക്കുന്ന ഗെയിമുകളുണ്ടല്ലോ, ആ ഗെയിമുകൾ കേവലം ഒരു കളി മാത്രമല്ല, നമ്മുടെ മക്കളെ മനസ്സിലെ ദേഷ്യത്തിലേക്ക് കൊണ്ടുപോകുന്ന, പകരം വീട്ടുന്നതിലേക്ക് കൊണ്ടുപോകുന്ന, അടിച്ചമർത്തുകളിലേക്ക് കൊണ്ടുപോകുന്ന, കൊല ചെയ്യുന്നതിലേക്ക് പ്രേരിപ്പിക്കുന്ന ഗെയിമുകളാണ്. അത് നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാലും മക്കളത് കളിക്കുമ്പോ ആ മക്കളോട് മാന്യമായിട്ട് പറയണേ, മക്കള് നിങ്ങളെ മനസ്സിലേക്ക് വൈരാഗ്യം കുത്തി നിറക്കരുത്. വലാ തകുല്ലറാറ
വകും ബശാശം വലാ തകുൻ ഗുളുബാൻ. നിങ്ങൾ ഒരാളുടെ മുന്നിലോ ഒരാളുടെ മുമ്പിലും നിങ്ങൾ ദേഷ്യം പ്രകടിപ്പിക്കുന്നവരാകരുത്. നേരെ മറിച്ച് ബഹുമാനപ്പെട്ട ആരംഭ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ നബി തങ്ങളെ തോളിലുള്ള അവിടത്തെ ഷാള് പിടിച്ച് വലിച്ച ഇസ്ലാമിന്റെ ശത്രുവിന് ആ ഷാള് നീ എടുത്തോ എന്ന് പറഞ്ഞ് പുഞ്ചിരിച്ച നേതാവിന്റെ അനുയായികളാണല്ലോ. ഇങ്ങനെ പകരത്തിന് പകരം വീട്ടാതെ പുറത്തു കൊടുക്കാൻ മനസ്സുള്ളവരാവണോ. അല്ലാഹുവേ ഞങ്ങൾക്കതിന് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്.